ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടു ദിവസമായി വീഡിയോ ചെയ്യാത്തതുകൊണ്ട് എല്ലായിടത്തും ചെറിയ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും സോറി. ഞാൻ വീഡിയോ ചെയ്യാൻ കുറച്ച് തിരക്കുകളായിപ്പോൾ യാത്രയിലൊക്കെ ആയിരുന്നുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ മാർക്കറ്റും അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ചെയ്യണം എന്നൊക്കെ ഒരു മനസ്സിലൊരു വിചാരം വന്നു. അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാത്തത്. ദയവ് ക്ഷമിക്കുക. ഇന്ന് നമ്മുടെ മാർക്കറ്റ് പുതിയ കോൺട്രാക്റ്റ് വന്നതിന് ശേഷം ഗ്യാപ്പ് അപ്പിലേക്ക് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് അപ്പ് ഇന്നലത്തെ 2 ദിവസം റേഞ്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഹൈക്ക് ഇന്നലത്തെ ഞാൻ പറഞ്ഞ 24,180 മുകളിൽ അവൻ ബി പീരീഡിൽ മാർക്കറ്റ് പോയി ഒരു സിംഗിൾ പ്രിന്റ് ഒക്കെ വന്നായിരുന്നു. ആ സിംഗിൾ പ്രിന്റ് തിരിച്ച് വന്ന് ഫില്ല് ചെയ്തു. അതായത് ജി പീരീഡിലായപ്പം അത് സെല്ലിങ് വന്നു. ഞാൻ നമ്മുടെ മെമ്പർഷിപ്പ് ബാച്ചിലുള്ളവർക്കെല്ലാം വ്യക്തമായിട്ട് കൃത്യമായിട്ട് കൊടുത്തായിരുന്നു. എന്താണ് 24,452 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. അതാണെങ്കിൽ 24,508 24,547 വരുന്നത് നമ്മൾ എക്സാക്ട്ലി ഫ്രഷ് ബൈ ഉള്ളി അബോ 24,452 മാത്രമേ പറ്റുള്ളൂ എന്ന് വ്യക്തമായിട്ട് കൊടുത്തു. അത് കൃത്യമായിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് കൃത്യമായിട്ട് റിജക്റ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങിപ്പോയൊരു കിട്ടിയില്ല ഒരു ഡേ ആയിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ട്രേഡ് ആക്ഷൻസ് പ്ലാന് പ്രകാരം കൃത്യമായി നമ്മൾ ട്രേഡ് അപ്രോച്ച് ചെയ്തു. ആ ട്രേഡ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പല ട്രേഡ് സെറ്റപ്പുകൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. ഒരു ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു, അത് ഫെയിലുവറായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ഒരു ഓപ്പൺ ഡ്രൈവായി മാർക്കറ്റ് നിൽക്കുന്ന ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പി ഒ സി വന്നിരിക്കുന്നത് 24,269 ഭാഗത്തേക്കാണ് പി ഒ സി. ഇപ്പോൾ ഞാനൊന്ന് തട്ടിയെടുത്ത് പി ഒ സി ഇങ്ങോട്ട് മാറ്റി 24,270 ഭാഗത്തേക്ക് പി ഒ സി ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രഷ് മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 24,327 മുകളിൽ മാത്രമേ ഞാനിനി ബൈ എടുക്കുന്നു. അത്രയാണ് 24,327 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോകാം? ഫസ്റ്റ് നമ്മളെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 381 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് പോകും. 24,381 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ് 381 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പി ഒ സി 4,222 ഭാഗത്തേക്ക് എത്രയാണ് 24,422 24,422 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എവിടെ വരാം? പിന്നെ ഈ ജെയുടെ ഹൈ ആയ 472 ഭാഗത്ത് എത്രയാണ് 24,472 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ഒരു ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു, നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. തിരിച്ച് ബി പിയുടെ സിംഗിൾ പ്രിന്റ് ഒക്കെ ഫെയിലിയർ ആയി താഴേക്ക് വന്നു. ഭാഗ്യത്തിന് സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങാത്തത്. വീണ്ടും അമേരിക്കയുടെ പെൻറ്റഗൺ എന്ത് ചോദിച്ചു? എത്രയും ബില്യൺ ഡോളർ വീണ്ടും അമേരിക്കൻ US കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ യുദ്ധം നീണ്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇനിയും താഴേക്ക് നല്ലൊരു ഹെവി വോളറ്റിലിറ്റി ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇത് ന്യൂസ് തുടർന്ന കാലം മാർക്കറ്റിൽ ആ ഒരു വോളറ്റിലിറ്റി വരും. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഞാൻ സെല്ലിങ് എടുക്കുമ്പോൾ ഞാൻ ഇന്നത്തെ ഈ 3 ദിവസത്തെ പ്രൊഫൈലുകൾ ഞാനൊന്ന് മെർജ് ചെയ്യാൻ പോകുന്നു. വേറെ ഒന്നുമില്ല, നമ്മൾ 3 ദിവസം ഒരേ റേഞ്ച് ആയതുകൊണ്ട് ഇനി ഞാൻ സെല്ല് എടുക്കുന്നുണ്ടെങ്കിൽ 24,043 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് എത്രയാണ് 24,043 താഴെ സ്പോട്ടിൽ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ സെല്ലിങ് ഫസ്റ്റ് ടാർഗറ്റ് 24,000 ഭാഗത്ത് എത്രയാണ് 24,000 ഭാഗത്തേക്ക് 24,000 ഭാഗത്തേക്ക് വരാനും സെക്കൻഡ് അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 23,950 ഭാഗത്തേക്ക് എത്ര 23,950 ഭാഗത്തേക്കും തേർഡ് ടാർഗറ്റ് 23,900 ഭാഗത്തേക്ക് 23,900 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ്. ചുരുക്കി പറഞ്ഞാൽ 24,043 പൊട്ടിയാൽ മാർക്കറ്റിൽ ഒരു സെല്ലിങ് താഴേക്ക് വന്ന് ആ സെല്ലിങ് എങ്ങോട്ട് പോകാം? 24,000 ഭാഗത്തേക്ക് 23,950 ഭാഗത്തേക്കും 23,900 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ
പറ്റുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ നിങ്ങൾ ഓർത്തോളുക, ഈ ഒരു വാല്യൂ ഏരിയ 24,138 മാർക്കറ്റ് എൻ്റർ ആകുന്നുണ്ടെങ്കിൽ ഈ പി ഒ സിയും ഈ വാല്യൂ ഏരിയ ലോയും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഒരു 80% റൂൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവായിട്ട് അത് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താണ് അപ്സൈഡും ഡൗൺ സൈഡും. ഞാൻ ഇതിനൊന്ന് ഓട്ടോ ടി പി മോഡ് ഓഫാക്കി വയ്ക്കാം. ബാങ്ക് നിഫ്റ്റി അപ്സൈഡും ഡൗൺ സൈഡും ട്രിഗറായി ഒരു പക്ക ന്യൂട്രൽ ഡേ ആയിട്ട് മാർക്കറ്റ് ആക്ഷൻ ക്ലോസ് ചെയ്തെന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ ഇതാണ് ആദ്യത്തെ ലോ 9,55,332 ലോ. ഇന്നിപ്പം ക്ലോസ് ആയിക്കണം 332 ചുരുക്കി പറഞ്ഞാൽ ഒരു ന്യൂട്രൽ ഡേ ആയിട്ടാണ് ആശാൻ കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ പി ഒ സി വന്നിരിക്കുന്നത് 55,912 ഭാഗത്താണ്. ഇന്നലത്തെ പി ഒ സി ഏകദേശം സെയിം ആണ്. സോ 55,913 ഭാഗത്തേക്കാണ് പി ഒ സി വന്നിരിക്കുന്നത്. 55,913 ഭാഗത്തേക്ക് ഞാൻ ആ പി ഒ സി ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാനിനി എടുക്കുന്ന ഇന്നലത്തെ ലോവർ ലെവലായ 55,220 ഇതാണ്. 55,250 താഴെ മാത്രം സെല്ലിംഗ്. എത്രയാണ്? 55,250 താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് 55,200 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിങ് എങ്ങോട്ട് പോവാം? ഫസ്റ്റ് ഈ ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 55,031 ഭാഗത്തേക്ക് വരാം. 55,031 55,031 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്തത് എങ്ങോട്ടാണ്? അടുത്തത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഏരിയ ഈ ഒരു ബിയുടെ ലോ ആയ അത് അടുത്ത് വരുന്നത് പറഞ്ഞാൽ 54,883 ഭാഗത്ത്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 54,883 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് അവിടെയാണ്. തേർഡ് എന്ന് പറയുമ്പോൾ 54,700 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് താഴേക്കുള്ള ബാങ്ക് നിഫ്റ്റി റെഫറൻസ് ലെവൽ. സോ 55,200 പൊട്ടുകയാണെങ്കിൽ ഈ ഒരു റെഫറൻസ് പോയിന്റ് ഒക്കെ ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇനി നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ 56,350 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ 56,000 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. എത്രയാണ്? 56,000 മുകളിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. 56,000 ആ 56,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് 56,128 ഭാഗത്തേക്ക്. എത്ര? 56,129 ഭാഗത്തേക്ക്. സെക്കൻഡ് 56,300 ഭാഗത്തേക്ക്. എത്രയാണ്? 56,300 ഭാഗത്തേക്കും. തേർഡ് 56,000 ഇല്ല ഈ ഭാഗത്തേക്ക് 56,461. എത്രയാണ്? 56,461 ഭാഗത്തേക്കും വരാൻ ചുരുക്കി പറഞ്ഞാൽ. സോ വേറൊരു കാര്യം നാളത്തേക്ക് പോസിബിൾ ആണ്. മാർക്കറ്റ് 55,400 മുകളിൽ അതായത് മാർക്കറ്റ് ഈ 55,553 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പി ഒ സി ആയ 55,912 ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ അത് പോസിബിൾ ആണ്. ബാങ്ക് നിഫ്റ്റിക്ക് ഓപ്പൺ ആയി ട്രേഡതാണ്, കൃത്യമായി ഓർത്തുകൊള്ളുക. അതേപോലെ നിഫ്റ്റിക്കും 24,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 265 വേണമെങ്കിൽ 331 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 24,142 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 24,033 23,954 എന്ന് പറഞ്ഞാൽ ആ ഒരു 3 ദിവസത്തെ ബാലൻസ് ഏരിയയുടെ ഭാഗത്തേക്ക് ഒരു 80% റൂൾ എന്ന ട്രേഡ് സെറ്റപ്പും ആക്റ്റീവ് ആവാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ട്രേഡ് പ്ലാൻ ആയിട്ട് പറയാനുള്ള കാര്യം. ഇനി നമുക്ക് നോക്കിയാൽ മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 14,078 ഭാഗത്തേക്കാണ് പി ഒ സി. ഞാനപ്പം ആദ്യം മിഡ് ക്യാപ്പിൻ്റെ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 14,078 ഭാഗത്തേക്കാണ് മിഡ് ക്യാപ്പിൻ്റെ പി ഒ സി വരുന്നത്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയതുകൊണ്ട് 13,980 മുകളിൽ ബൈ എടുക്കുക. എത്രയാണ്? 13,980 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ എടുക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 13,980 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. ചിലർ പറയും ബുള്ളിഷ് റെഫറൻസ് പി ഒ സി താഴെയാണ്, ചില സമയങ്ങളിൽ മാർക്കറ്റ് അങ്ങനെ വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല, വന്നിട്ടുണ്ട്, അത് ഫസ്റ്റ് എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 14,020 ഭാഗത്തേക്ക്. എത്രയാണ്? 14,020 ഭാഗത്തേക്ക് വരാനും. സെക്കൻഡ് ടാർഗറ്റ് 14,080 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് 14,130 ഭാഗത്തേക്ക് വരാനും.
അല്ല 122 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞൊരു കാര്യം ഓർത്തുകൊള്ളുക, നിഫ്റ്റിയെ മിഡ് ക്യാപിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 13,980 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിങ്ങൾ 14,020 14,072 എന്ന് പറഞ്ഞാൽ ഈ പി ഒസിൽ ചെയ്യും. അതും അതിൻ്റെ അടുത്ത് 14,080 എന്ന് പറഞ്ഞ സെക്കൻഡ് ടാർഗറ്റ് ഉണ്ട്. അതിന് മുകളിൽ 14,122 ഭാഗത്തേക്ക് വരാം. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 13,889 താഴെ ഞാൻ സെല്ലിംഗ് എടുക്കുക. എത്രയാണ്? 13,889 താഴെ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 13,840. എത്രയാണ്? 13,840 ഭാഗത്തേക്ക്. സെക്കൻഡ് 13,795 ഭാഗത്തേക്ക്. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,720 ഭാഗത്ത്. എത്രയാണ്? 13,720 ഭാഗത്തേക്ക് വരും. ഇതാണ് എനിക്ക് മിഡ് ക്യാപിനെ സംബന്ധിച്ച് പറയേണ്ട സാധനം. ഒരു കാര്യം മിഡ് ക്യാപിൽ ഓർത്തോടുക, നമ്മുടെ ഈ വാല്യൂ ഏരിയയിലോ 13,980 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പി ഒസിന്റെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പ് പോസിബിൾ ആയിരിക്കും. ന്യൂട്രൽ എസ്റ്റീംഡേയുടെ ട്രേഡ് സെറ്റപ്പ് നമ്മുടെ മെന്ററിംഗ് ബാച്ചുകാർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ കൃത്യമായ ട്രേഡ് പ്ലാൻ ചെയ്ത് എടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക, കൃത്യമായിട്ട് ലെവൽ ഫോക്കസ് ചെയ്യുക, ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ സീരീസ് ഞാൻ കഴിഞ്ഞ സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്തു. ഓർഡർ ഫ്ലോയെ കുറിച്ചാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ ശനിയാഴ്ചയും എപ്പിസോഡ് കണക്കായിട്ട് ഓരോ ശനിയാഴ്ചയും ഓരോ വീഡിയോസും 10 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോസ് വരുന്നതാണ്. നിങ്ങളുടെ സഹകരണങ്ങളും നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയിലും സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്.